ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ കല്യാണിയും മുത്തശ്ശിയും അതുപോലെ തന്നെ ദീപയും ഒക്കെ കൂടിയിട്ട് അവിടുത്തെ വേലക്കാരത്തെ ചേച്ചിയും കൂടിയിട്ട് വിഷു നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കാട്ടോ. കമ്പത്തിരിയും മത്താപ്പൂ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് സരിയും ഷാരിയും കൂടിയിട്ട് ഒരു മൂലക്ക് ജനലിൽ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കിക്കാമേ, അവളുടെ ഭർത്താവ് കിടപ്പിലാണെന്നുള്ള വല്ല വിചാരം അവൾക്കുണ്ടോ? അവള് ആഘോഷിക്കുക, ശരിക്കും ആഘോഷിക്കുക വിഷു. ഇത്രയും നാളത്തെക്കാളും അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം അവർ വിഷു ആഘോഷിക്കുന്നത്. മുമ്പത്തെ എന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിലേ ഇപ്പൊ അവരെക്കാളും കൂടുതൽ പടക്കം നമുക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞ വാശിയായിരിക്കും നമുക്ക്. പക്ഷെ അവിടെ ഒരുത്തൻ കിടപ്പിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം വിഷു ഒന്നും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ടാ ഞാൻ പിന്നെ പടക്കം പൊട്ടിക്കേണ്ടെന്ന് വെച്ചത്. എന്നാലും ആ കല്യാണിനെ സമ്മതിക്കണം അല്ലേ മോളെ? അവളുടെ ഭർത്താവ് തന്നെയല്ലേ ആ കിടക്കണത്, എന്നിട്ട് അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വിചാരം അവൾക്കുണ്ടോ എന്ന് ഷാരി ചോദിക്കുമ്പോ സരിയോ പറയണ്ടേ, എന്റെ അമ്മക്ക് മനസ്സിലായില്ലേ, അവളുടെ തനി സ്വഭാവം കാണിച്ചു. അവള് ഒരു ചേരി കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, അവളുടെ തനി സ്വഭാവം കാണിച്ചു. എന്റെ കമ്പനിയില് പാല് വിൽക്കുന്ന ജോലിയായിരുന്നു അവൾക്ക്. അതിനുശേഷം കിരണിന്റെ മയക്കെടുത്ത് കല്യാണം കഴിച്ചു. അപ്പൊ അവളുടെ സ്വഭാവം മാറിയെന്ന് ഞാൻ വിചാരിച്ചത്. കിരൺ കിടന്നപ്പോഴേക്കും ബിസിനസ്സും കാര്യങ്ങളും പണവും എല്ലാം കൈക്കലാക്കണത് നോക്കി നടത്തുന്നതും അവളല്ലേ. അതിന്റെ അഹങ്കാരം അവളുടെ തനി സ്വഭാവം കാണിച്ചു. പിന്നെ ആ തള്ള ആ പ്രകാശനും വിക്രത്തിനും വേണ്ടി മരിക്കുമായിരുന്നു, ജീവിക്കുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, കല്യാണം കിരണെന്ന് പറഞ്ഞാൽ അവരുടെ വായിന്ന് വെള്ളം ഒഴുകും, പാലൊഴുകും. അതുപോലെ അവിടെ നടപ്പ് ഇരിപ്പൊക്കെ ആ പ്രകാശനും അവരുടെ മോനെയൊക്കെ എത്ര പെട്ടെന്ന് ആ തള്ള തള്ളിക്കളഞ്ഞത്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക അവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന്. എന്തായാലും കിരണൊന്ന് കിടന്നതുകൊണ്ട് ഇവരുടെയൊക്കെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ അമ്മേ. അത് മോള് പറഞ്ഞ ശരിയാ. എന്നാലും കിരണിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ മോളെ. അവൻ നല്ലൊരു പയ്യൻ തന്നെയാ എന്ന് പറയുമ്പോ എന്റെ മനുവേട്ടന്റെ അത്ര ഒന്നും വരത്തില്ല. എന്തെങ്കിലും ആവട്ടെ മോളെ. പിന്നെ നോക്കിയേ, നിന്റെ അച്ഛൻ വരും നാളെ രാത്രി. അപ്പോ സദ്യയൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് അയാളെ പറഞ്ഞയക്കാനായിട്ട്. രാത്രി സദ്യ കൊടുക്കാനോ? അതൊന്നും കുഴപ്പമില്ല മോളെ. നിന്റെ അച്ഛൻ ഭക്ഷണപ്രിയനാണല്ലോ, എപ്പ ഭക്ഷണം കൊടുത്താലും നിന്റെ അച്ഛൻ വെട്ടി വിഴുങ്ങിക്കോളും. നാളെ അദ്ദേഹം വരുമ്പോ ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അദ്ദേഹത്തിന് പ്രത്യേകം ഇഷ്ടമാണ്. അതുകൊണ്ട് നാളെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോളെയും കണ്ടിട്ട് അദ്ദേഹം സന്തോഷത്തോടെ പോട്ടെ. അമ്മേ, നാളെ വന്ന എന്തെങ്കിലും പ്രശ്നമോ? ആ ചന്ദ്രസേന്റെ ഗുണ്ടകൾ എന്തെങ്കിലും ചെയ്യോ? ഈ കിരൺ കിടന്ന പോലെ ആ ചന്ദ്രസേനെ ഒന്ന് കിടന്ന് കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ അമ്മേ എന്ന് പറയുമ്പോ അത് ശരിയാ മോളെ. എന്തായാലും അദ്ദേഹം വരുമല്ലേ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് പറയാണ്. ശരി അമ്മ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സരിയും. അതിനുശേഷമാണെങ്കിൽ രാവിലെ രാത്രി തന്നെ നമ്മുടെ കല്യാണി ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോ നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, മോളെ നമുക്ക് കിരൺ മോനും പടക്കമൊക്കെ പൊട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ഇത് കണ്ട് പിന്നാമ്പറത്ത് പോയിട്ട് പടക്കം പൊട്ടിക്കാൻ കേട്ടോ എന്ന് പറയാണ്. പിന്നെ നാളെ വിഷുസദ്യ കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല മോളെ. ഞാനേ നാളെ അവിടെ ആയിരിക്കും, വൃദ്ധസദനത്തിലായിരിക്കും. അവിടെ വാക്ക് കൊടുത്തു ഞാൻ അവരുടെ കൂടെ ആയിരിക്കുമെന്ന്. മാത്രമല്ല അവരുടെ കൂടെ ഇല്ലാണ്ട് ഒരു സുഖമില്ല മോളെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മമ്മേ. നാളെ വിഷുസദ്യക്ക് അമ്മമ്മ വേണമെങ്കിൽ പോയിക്കോ. അതിന് മുമ്പൊക്കെ അമ്മമ്മ ഇവിടെ തന്നെ വേണം. അമ്മമ്മ അടുത്ത് എത്ര പ്രാവശ്യം അമ്മ ഞങ്ങൾ പറയണത് അമ്മമ്മ അടുത്ത് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. പിന്നെ കാദംബരി ചേച്ചി വിളിക്കുന്നുണ്ട് അമ്മമ്മേനെ. അമ്മമ്മ എന്താ ഞങ്ങളുടെ കൂടെ വന്നിക്കാത്ത മോളെ? സായനത്തിൽ നിന്നിട്ട് ശീലമായി പോയി മോളെ. എന്നാൽ നിങ്ങളുടെ കൂടെ ഇടക്കും തലക്കൊക്കെ ഞാൻ വന്ന് നിൽക്കാം എന്ന് പറയണം മോളെ. അമ്മമ്മ സായനം എന്ന് പറയുന്നത് ആരും ഇല്ലാത്തവർക്കുള്ള ആശ്രയമാണ്. അമ്മമ്മക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, കൊച്ചുമോളുണ്ട്, കൊച്ചുമോനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ എന്റെ അമ്മയുണ്ട്, പിന്നെ ഞങ്ങളുടെ കൊച്ചുമക്കളുണ്ട്, ഒക്കെ എല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാ അമ്മമ്മ ഒറ്റക്കാണെന്നൊക്കെ പറയണത്? അമ്മമ്മക്ക് ഇവിടെ വന്ന് നിന്നൂടെ മോളെ? എല്ലാത്തിനും സമയമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും എപ്പോഴത്തെ വിഷു പോലല്ലേ ഈ വിഷുവിന് പ്രത്യേക ഒരു രസമുണ്ട്. മനസ്സ് നിറഞ്ഞ വിഷു ആഘോഷിക്കണത്. ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മമ്മയും വിഷു ആഘോഷിക്കണം. അങ്ങനെ രാവിലെ നേരം വെളുക്കുമ്പോ തന്നെ കണി കാണിക്കാൻ വേണ്ടി കിരണിന്റെ കണ്ണ് പൊത്തിക്കൊണ്ട് കല്യാണി കണി കാണിക്കാട്ടോ. കിരൺ ഇങ്ങനെ ദൈവത്തിന് തൊഴുതിന് ശേഷം കല്യാണിനെ നോക്കുവാണ്. എന്താ കിരണിട്ട് എന്നെ നോക്കണത്? കണ്ണനെ നോക്ക് എന്ന് പറയുമ്പോ ഭാര്യനെ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് കിരൺ പറയുമ്പോ കല്യാണി ഒന്നും മിണ്ടാതിരിക്കെ വിഷു ആയിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അമ്മമ്മ ദീപയുടെ കണ്ണ് പൊത്തി കണി കാണിക്കുന്നുണ്ട്. ദീപക്കും ഭയങ്കര സന്തോഷമാണ്. ദീപ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ട് എന്റെ അമ്മ ഇങ്ങനെ കണി കാണിക്കണത് എന്ന് പറയുമ്പോ അമ്മമ്മ പറയുന്നുണ്ട്, അതിന് എന്റെ ദീപനെ കല്യാണം കഴിക്കുന്ന മുമ്പും അതിനുശേഷമൊക്കെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത് പാമ്പുകളല്ലേ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ കൂട്ടത്തിലായതുകൊണ്ട് എനിക്ക് നല്ല സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്തായാലും വയസ്സാം കാലത്ത് കുഴിലിട്ട് കാലെത്തിക്കുന്ന സമയത്തെങ്കിലും എന്റെ സ്വഭാവം ഒന്ന് മാറിയല്ലോ. പക്ഷെ എന്നിട്ടും അവന്റെ സ്വഭാവം മാറിയില്ല. ആ പ്രകാശന്റെ അവനിപ്പോഴും വിഷുവിന് കണി കാണുന്നത് അവന്റെ മകന്റെ മുഖമായിരിക്കും എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, അതങ്ങനെ തന്നെയായിരിക്കും. വിഷുവിനെ കണി വെച്ചാലും മകന്റെ മുഖം കണ്ടിട്ടല്ലേ തുടങ്ങുള്ളൂ. അത് ശരിയാ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടൊക്കെ വിഷുവിന് കല്യാണി മോൾ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ഒരു പഴയ ഡ്രസ്സ് പോലും വിഷുവിന് കൊടുക്കാൻ അവൾക്ക് കൊടുക്കില്ലായിരുന്നു. കാദംബരിക്കും അതുപോലെ വിക്രത്തിന് നല്ല ഡ്രസ്സുകൾ വാങ്ങി വിഷുവിന് സദ്യ കൊടുക്കുമ്പോ കല്യാണിക്ക് ആ ദിവസം പശുവിനെ കറന്ന പാലായിട്ട് ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. പിന്നെ ആ പൈസ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചെടുക്കുള്ളൂ, അല്ലാണ്ട് അവൾക്ക് ഇതുവരെ ഞാൻ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ, ഈ പ്രാവശ്യം അമ്മമ്മ
ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തരണം എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മ പറയണ്ട, അയ്യോ ഞാൻ തരുന്നില്ല മോളെ, ഞാൻ തന്നാൽ ശരിയാവില്ല. ശരിയാവും, എന്തുകൊണ്ട് ശരിയാവില്ല, കിരണേട്ടനും അങ്ങനെ തന്നെയാ പറഞ്ഞത് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അമ്മ വിഷു കൈനീട്ടം എടുത്തിട്ട് നമ്മുടെ കിരണിനും കല്യാണിക്കും അതുപോലെ തന്നെ ദീപക്കൊക്കെ ഇങ്ങനെ വിഷു കൈനീട്ടം കൊടുക്കുക കേട്ടോ. ശേഷം ദീപയാണ് വിഷു കൈനീട്ടം എടുത്തിട്ട് കിരണിനും കല്യാണിക്കും കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ അമ്മ പറയണ്ട, ഹാവും മനസ്സ് നിറഞ്ഞു, ഒന്ന് വിഷു ആഘോഷിച്ചു എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അമ്മ പറയണ്ട, എന്നാ ഞാൻ പോയിട്ട് പിന്നീട് വരാൻ മോളെന്ന് പറയണോ. അയ്യോ അമ്മമ്മ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോവാം, ഇപ്പൊ കുറച്ചു നേരം കൂടി കഴിയട്ടെ അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മമ്മയോടെ പിടിച്ചു നിർത്തുക കേട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നെ വിഷുക്കണി കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രസേന രൂപയാണ്. രൂപ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി ചന്ദ്രസേന വിഷുക്കണിയൊക്കെ കാണിക്കുകയാണ്. ചന്ദ്രസേന ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് സോണി ആൽബിനെയും വിഷു കാണിക്കുകയാണ്. ആൽബിക്കും സന്തോഷമാവാണ്. ആൽബി പറയണ്ടേ, ഈ വിഷ്വൽസൊക്കെ ഞാൻ വീഡിയോ പിടിക്കട്ടെ, അച്ഛനും അമ്മയും കാത്തിരിക്കുക ഇതൊക്കെ കാണാനായിട്ട്. ചന്ദ്രസേന പറയണ്ടേ, എടാ മോനെ, നിന്റെ അച്ഛനും അമ്മയുടെ എത്ര പ്രാവശ്യം പറയണത് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് വിഷു ഒക്കെ കൂടിയിട്ട് പോകാനായിട്ട്. അപ്പൊ അയാൾക്ക് സമയമില്ല. ഇല്ലാത്തോണ്ടല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ വിഷു അമ്മ അച്ഛനും ഇവിടെയായിരിക്കും ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ചന്ദ്രസേന വിഷു കൈനീട്ടം എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. രൂപയും കൊടുക്കുന്നുണ്ട്. പിന്നീട് വിഷു കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. സരയു അങ്ങനെ കണ്ണൊക്കെ പൊത്തിയിട്ട് നമ്മുടെ മനോഹരന്റെ കണ്ണൊക്കെ പൊത്തിയിട്ട് മനോഹരന്റെ വിഷു കണി കാണിക്കുകയാണ്. അങ്ങനെ മനോഹർ വിഷു ഇങ്ങനെ കണി ഇങ്ങനെ കണ്ടിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം ഷാരി ചോദിക്കണ്ടേ, അല്ല മോളെ നീ കണി കണ്ടായിരുന്നോ എന്ന് ഷാരി സരയുനോട് ചോദിക്കുമ്പോൾ സരയു പറയണ്ടേ, അമ്മേ ഞാൻ രാവിലെ തന്നെ എന്റെ മനുവേട്ടന്റെ മുഖമാണ് കണി കണ്ടത്, പിന്നെ എന്റെ മോളുടെ മോളുടെ കണ്ടോട് കുഴപ്പമില്ല, അതെന്താ എന്റെ മുഖം കണ്ട കുഴപ്പം എന്ന് മനോഹർ പറയുമ്പോൾ ഷാരി മനസ്സിൽ വിചാരിക്കണം, നിന്റെ മുഖം കണ്ട ഈ വർഷം മുഴുവൻ പോടാ എന്നിങ്ങനെ പറയാണ്. ശേഷം ഷാരി വിഷു കൈനീട്ടം എടുത്തിട്ട് സരയുവിനെ കൊടുക്കുകയാണ്. പിന്നീട് അവിടെ തന്നെ നിൽക്കുവാട്ടോ. ആ സമയത്ത് സരയു ചോദിക്കണ്ട്, അവല്ല അമ്മ എന്താ എന്റെ മനുവേട്ടനെ വിഷു കൈനീട്ടം കൊടുക്കാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 10 രൂപ നോട്ട് എടുത്തിട്ട് നമ്മുടെ വിഷു കൈനീട്ടമായിട്ട് മനുവിനും ഷാരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കണ്ട, എടാ നീ മുടിഞ്ഞു പോടാ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. മനോഹർ മനസ്സിൽ വിചാരിക്കേണ്ടത്, അതെ നിങ്ങൾ മനസ്സിൽ വെച്ചത് എനിക്ക് അറിയാം, മുടിഞ്ഞു പോകുന്നതായിരിക്കും മനസ്സിൽ വിചാരിച്ചത്. ശേഷം മനോഹർ പറഞ്ഞു, മോളെ ഞാൻ പോകുവാട്ടോ, എനിക്കൊന്ന് അർജന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞിരുന്നു 5 കോടിയുടെ ബിസിനസ് അല്ലേ, അതേ മോളെ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടേ, അല്ലടാ നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, നിനക്ക് വല്ല സിനിമയിലും കാണാനും കൊള്ളാം, നിനക്ക് വല്ല സിനിമയിലും അവസരത്തിന് വേണ്ടി പോയിക്കൂടെ എന്ന് പറയുമ്പോൾ മനോഹർ പറയണ്ടേ, എന്റെ അമ്മേ ഞാനേ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് പോകുവാണ്. സരയു പറയണ്ട്, കേട്ടില്ല അമ്മേ, മനുവേട്ടനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പൈസ വരെയുണ്ട്, ചിലപ്പോ ആ പടത്തിലെ നായിക ഞാനായിരുന്നിരിക്കും എന്ന് പറയുമ്പോ നായിക നീ ആയാലും ഒരിക്കലും നായകൻ മനോഹർ ആവില്ലടി, അതെ നായകനാവാനുള്ള ഒരു ആളെ ഇവിടെ ഉള്ളൂ, അത് കിരണാണ്. അമ്മ തുടങ്ങി, അതേടി സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അവൻ തന്നെയാ നായകൻ, അവൻ നല്ലൊരു ആളാടി, അവനെ കിട്ടാതെ പോയത് നിന്റെ ദൗർബല്യമാണെന്ന് പറയുമ്പോൾ തുടങ്ങി അമ്മ. വിഷുവിനെങ്കിലും അമ്മ ഒന്ന് വായടച്ചിട്ടിരിക്കാവോ, രാവിലെ തന്നെ തുടങ്ങി ആ കിരണിനെ പുകഴ്ത്താനായിട്ട്. അമ്മ ശരിക്കും അവരുടെ കൂടെയാണോ എന്റെ കൂടെയാണോ ചോദിക്കുമ്പോൾ സത്യമായിട്ട് പറയണല്ലോ മോളെ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് ഷാരിയും പറയണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉണ്ടായുള്ളൂ കേട്ടോ. കൂടുതലും വിഷു ആഘോഷമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.